നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. എന്തെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ട്, അതായത് സ്പോർട്സ് ആവാം, ഒരു വീഴ്ചയാവാം, അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് ആവും, ഇതിലൊക്കെ നിങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള പല്ല് ഒരെണ്ണം ഊരിപ്പോന്നിരിക്കട്ടെ. അരമണിക്കൂറിനും 1 മണിക്കൂറിനുമുള്ളിൽ നിങ്ങൾ ഈ പല്ലുമായിട്ട് രോഗിയെ ഒരു ദന്ത ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ ഈ പല്ല് നിങ്ങൾക്ക് വായിൽ ഉറപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിനായി ശ്രദ്ധിക്കേണ്ട കാര്യം, പല്ലിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുക്കുക. അതായത് ഒരച്ച് കഴുകരുത്, പകരം പൈപ്പിന്റെ താഴെ പിടിച്ച് നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുക്കുക. കാര്യം പല്ലുമായിട്ട് അനുബന്ധിച്ചുള്ള സ്ട്രക്ചറുകൾക്ക് കേട് വരാണ്ടിരിക്കാനാണ്. ഇതിനുശേഷം ഈ പല്ല് ഒരു സ്റ്റോറേജ് മീഡിയയിൽ ഇട്ടാണ് ഡോക്ടറിനെ സമീപിക്കേണ്ടത്. അതായത് നമുക്ക് തണുത്ത പാൽ സ്റ്റോറേജ് മീഡിയ ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തേങ്ങാവെള്ളം. ഇനി അതല്ല, അടുത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ നോർമൽ സലൈൻ ഇതിനായിട്ട് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ പേഷ്യന്റിന്റെ തന്നെ വായിൽ അണപ്പല്ലിനും കവളിനും ഇടയ്ക്ക് ഉമിനീരിലേക്ക് ഈ പല്ല് ഇറക്കി വെക്കാവുന്നതാണ്. ദന്ത ഡോക്ടർ ഇത് നിങ്ങളുടെ താടിയെല്ലില് ആ സോക്കറ്റിലേക്ക് തിരിച്ച് ഉറപ്പിച്ചു തരുന്നു. ഇതിനെ നമ്മൾ സ്പ്ലിന്റിംഗ് എന്ന് പറയും. അതിനുശേഷം യഥാകാലത്തിൽ നമ്മൾ ചെക്കപ്പിന് ചെല്ലേണ്ടതാണ്. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും ബ്രഷിംഗ് ടെക്നിക്കും മൗത്ത് വാഷ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ റൂട്ട് കനാൽ പിന്നീട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ശ്രദ്ധിക്കുക, പാൽപ്പല്ലുകൾ ഊരിപ്പോന്നാൽ ഇത് നമ്മൾ സോക്കറ്റിൽ തിരിച്ചുറപ്പിക്കാറില്ല. കാര്യം പെർമനന്റ് ആയിട്ട് വരേണ്ട പല്ലിന്റെ മുകുളങ്ങൾക്ക് കേട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ മോണരോഗം മൂലം ഇളകിയ പല്ലാണെങ്കിൽ നമ്മൾ തിരിച്ച് ഉറപ്പിച്ചെടുക്കാറില്ല. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെഡിമെയ്ഡ് സൊല്യൂഷൻ ഒരു സ്റ്റോറേജ് മീഡിയ അവൈലബിൾ ആണ്. അതായത് HBSS. ഇത് സ്പോർട്സും ആയിട്ട് അനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളിലും സ്കൂളുകളിലൊക്കെ കരുതുവാണെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഈ പല്ല് ഈ സൊല്യൂഷനിലിട്ട് നമുക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കാം. ഇനി പല്ല് പറഞ്ഞു പോയത് കളഞ്ഞിട്ട് കൃത്രിമ പല്ല് വെക്കാൻ നടക്കേണ്ട. നിങ്ങളുടെ തന്നെ പല്ല് നമുക്ക് ദന്ത ഡോക്ടറിന്റെ സഹായത്തോടെ സോക്കറ്റിൽ ഉറപ്പിച്ചെടുക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.